നവാസിന് പറയാനുള്ള കാര്യം, ആര്യടൻ ഷൗക്കത്ത്, ആര്യടൻ മുഹമ്മദ്, ഈ രണ്ട് നേതാക്കളും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ പ്രതികരണങ്ങളും ഇവിടെ പിണറായി വിജയന്റെയും പാലോളിയുടെയും ശ്രീരാമകൃഷ്ണന്റെയും പ്രതികരണങ്ങൾ പോലെ തന്നെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എത്രത്തോളം അപകടകരമാണ് എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞവരാണ്. അപ്പോൾ അവരുടെ പിന്തുണ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ കിട്ടുമെന്ന് പറയുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന് എങ്ങനെ കിട്ടും? നിങ്ങൾ ഈ പിന്തുണ ഇപ്പോൾ വാങ്ങുന്നത് ഒരു വർഗീയ മുന്നണിയാകിക്കൊണ്ടാണ് എന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. അതിനെന്താണ് മറുപടി? കേട്ടോ സ്മൃതി, ആദ്യം ഒരു 20 മിനിറ്റ് സമയമാണ് ശ്രീ വസീഫിന് കൊടുത്തത്. തർക്കമാണ്, അറിയാം. എനിക്ക് 20 മിനിറ്റ് ഒന്നും വേണ്ട, അവശേഷിക്കുന്ന ഒരു 10 മിനിറ്റ് എനിക്ക് തന്നാൽ മതി. സെക്കൻഡ് റൗണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഞാൻ ശ്രീ വസീഫ് പറയുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നതാണല്ലോ. ഞാൻ വസീഫിനൊരു ഒരു അവസരം തരികയാണ്. ഞാൻ എപ്പോൾ സംസാരിക്കുമ്പോഴും താങ്കൾ ആവശ്യപ്പെട്ടാൽ ഇടപെടാനുള്ള അവസരം തന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്മൃതിയുടെ ഫോണിലേക്ക് ഞാനൊരു ചിത്രം അയച്ചിട്ടുണ്ട്. ഞാൻ ആ ചിത്രം ഇവിടെ കാണിക്കാം. ആ ചിത്രം സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം നടക്കുകയാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യൻ സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം ഈ കഴിഞ്ഞ 2024 ഡിസംബർ മാസം അതിൽ സംസാരിക്കുന്ന ഒരാളുടെ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചത്. അയാളുടെ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ അമീർ നസീമുദ്ദീൻ എന്നാണ്. ഭയങ്കര തീവ്രവാദ സംഘടനയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. 4 മാസം മുമ്പ് 2024 ഡിസംബർ മാസം നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയുടെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരിക്കാനെത്തിയത് അവിടുത്തെ രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ നസീമുദ്ദീനാണ്. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഇടപെടാൻ വസീഫിനെ ഓർമ്മപ്പെടുത്താം. ഇനി അത് കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ മറ്റൊരു ഫോട്ടോ കൂടി സ്മൃതി നിങ്ങളുടെ ഡയലോഗ് അടിച്ചോണ്ട് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ പുറത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി ആർക്കെങ്കിലും അറിയോ? ഇവരുടെ മതരാഷ്ട്രവാദത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വയല് നടത്താറുണ്ടോ? എന്റെ മൈക്ക് ഓഫ് ആണോ? എന്തൊക്കെയാ പറയണേ? നവാസെ, നീ പറ. കേരളത്തിന്റെ പുറത്ത് എങ്കിൽ ഞാൻ കേരളത്തിന്റെ കേൾക്കാം. ഓക്കെ, ക്ലിയർ. എനിക്ക് ബോധ്യപ്പെട്ടു. വസീഫിന്റെ ചോദ്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പറയാം, വസീഫ് എന്റെ ചോദ്യം ബോധ്യപ്പെട്ടു. വസീഫ് ചോദിച്ചത് കേരളത്തിന്റെ പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ആണോ എന്ന് അറിയില്ല, അതുകൊണ്ട് അറിയാതെ ഈ നസീമുദ്ദീൻ വന്ന് സംസാരിച്ചതാവും. ആയിക്കോട്ടെ, ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അനുസ്മരണ ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി ആണോ എന്ന് അറിയാതെ ഒരാൾ വന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ചിത്രമായിരിക്കാം. ഓക്കെ, ഞാൻ രണ്ടാമതൊരു സ്ക്രീൻഷോട്ട് ബഹുമാനപ്പെട്ട സ്മൃതി നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അത് സെപ്റ്റംബർ മാസം 16 തീയതി ഈ പരിപാടി കഴിഞ്ഞ് തൊട്ട് പിറ്റേന്ന് CPM രാജസ്ഥാനിലെ ഫേസ്ബുക്ക് പേജാണ്. ആ ഫേസ്ബുക്ക് പേജിൽ പങ്കെടുത്തവരുടെ പേര് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജാണ്, അതിൽ പങ്കെടുത്തവരുടെ പേര് പറയുന്നുണ്ട്, കുറേ ആളുകളുടെ പേര് പറയുന്നു. എന്നിട്ട് പറയാണ് JNU ക്ലാസ്മേറ്റ്, ആരുടെ ഈ സീതാറാം യെച്ചൂരിയുടെ ക്ലാസ്മേറ്റ് ശർമ്മ പങ്കെടുത്തു. സീനിയർ ജേർണലിസ്റ്റ് ഓം ശൈനി ഇസ്ലാമി ഹിന്ദ് രാജസ്ഥാൻ. അറിയാത്ത കുഴപ്പമല്ല, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് രാജസ്ഥാൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജാണ്. ഞാൻ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. വസീഫിന് സംശയം ഉണ്ടെങ്കിൽ അതുകൂടി അയച്ചു കൊടുക്കണം. ഇനി വസീഫിന് ചോദ്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഘട്ടത്തിൽ ഞാൻ അടുത്തതിലേക്ക് വരാം. ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിക്കാം ശ്രീ വസീഫ്. തമിഴ്നാട് വഴങ്ങുന്നില്ല. ഏത് സമയത്ത് നിങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുമ്പോ നിങ്ങൾ തുടക്കത്തിൽ തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് എന്റെ ചോദ്യത്തിന് മറുപടി വേണേ. ശരി, ഞാൻ വരാം. ഞാൻ അതിലേക്കൊക്കെ വരാം. എനിക്ക് വസീഫിനെ പോലെ അസ്വസ്ഥതയോ അല്ലെങ്കിൽ സ്മൃതിയെ തെറി വിളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനിവിടെ ഏത് ചോദ്യത്തിനും മറുപടി പറയും. ഇനി വസീഫിന് ഫേസ്ബുക്ക് പേജ് പറഞ്ഞു അത് ഫേക്ക് ആണോ അല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് ചെക്ക് ചെയ്തതാണ്, ഒന്ന് ചെക്ക് ചെയ്തു ഈ സമയത്തിനിടക്ക്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. സ്മൃതിയുടെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് PR നടരാജൻ, രാജ്യത്തിന്റെ പാർലമെന്റ് മെമ്പർമാരുടെ ലിസ്റ്റ് എടുത്താൽ കോയമ്പത്തൂരിൽ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ചിട്ടുള്ള CPMന്റെ പ്രതിനിധിയാണ് 2019. ഒന്ന് ലോകസഭാംഗങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇദ്ദേഹത്തെ കാണാം. ഇത് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജാണ്. 21 മാർച്ച് 2019 സ്മൃതിക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചതിന് നന്ദി പറഞ്ഞിട്ട് ഷോൾ അണിയിക്കുന്ന ചിത്രമാണ്. ഇതും ഫേക്ക് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഇപ്പോഴും ഉണ്ട്, ഞാനത് കണ്ടതാണ്. ഞാൻ ഇനിയും കാണിക്കണോ?
ഇനിയും എത്രയും ചിത്രങ്ങൾ കാണിക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് നിങ്ങളുടെ രാജസ്ഥാനിലെ RRM എന്ന് പറയുന്ന നിങ്ങളുടെ പാർലമെന്റ് മെമ്പറാണ്. ആ പാർലമെന്റ് മെമ്പറുടെ വലതുഭാഗത്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ നസീമുദ്ദീൻ എന്ന് പറയുന്ന അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചെയർമാൻ, അവിടുത്തെ അമീറാണ്. ഇനി അതൊക്കെ പോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട വസീഫ്, നിങ്ങൾ തിരുവമ്പാടിക്കാരനാണല്ലോ, വസീഫ് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാണല്ലോ. ഇവിടെ വന്നിരുന്ന് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ വിമർശിക്കുമ്പോൾ തിരുവമ്പാടിയിലെ ജനങ്ങൾ നിങ്ങളെങ്ങനെ വിലയിരുത്തും? അത് വസീഫ് ആലോചിക്കണ്ടേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? നിങ്ങൾ ജീവിക്കുന്ന മണ്ണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊടിയത്തൂരാണ്. തൊട്ടടുത്ത് മുക്കമുണ്ട്, അത് ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന തിരുവമ്പാടി. ചിത്രം ഞാൻ അയക്കാം. ഇത് തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കം മുനിസിപ്പാലിറ്റി ആകുന്നതിൻ്റെ തൊട്ട് മുൻപ് മുക്കം പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരണം കൊടുത്ത ചിത്രമാണ്. സ്മൃതി ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവർ ഒരുമിച്ച് കൊടി പിടിച്ച് നിൽക്കാൻ. ഇതിന് വീഡിയോ വേണോ? എൻ്റെ കയ്യിലുണ്ട്, ഞാനത് ശേഖരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോട്ടെന്നേ, കൊടിയത്തൂർ പഞ്ചായത്ത്, താങ്കളുടെ പഞ്ചായത്തിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ മത്സരിച്ചത്? വല്ല സംശയമുണ്ടോ? തൊട്ടപ്പുറത്ത് താങ്കൾക്കൊന്ന് നോക്കിയാൽ കാണാതെ തൊട്ടപ്പുറത്ത് ഓമശ്ശേരി പഞ്ചായത്തിൽ ഇത് LDFന്റെ പ്രചരണ പോസ്റ്ററാണ്. മുകളിൽ ഒരു വാചകമുണ്ട്. എന്താ വാചകം? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, പിന്തുണയോട് മത്സരിക്കുന്ന LDFന്റെ സ്വതന്ത്ര സ്ഥാനത്ത് ഭാസ്കരൻ മാസ്റ്റർ എന്ന് വെച്ചാൽ ഇടപെടാൻ സമ്മതിക്കുന്നില്ല എന്ന് വെച്ചാൽ താങ്കൾ നിൽക്കുന്ന താങ്കളുടെ മണ്ണ് കൊടിയത്തൂർ പഞ്ചായത്ത്, താങ്കളുടെ മണ്ഡലത്തിലെ കൊട്ടപ്പുറത്ത് മുക്കം മുനിസിപ്പാലിറ്റി, അവിടെ ചെയർപേഴ്സൺ ആയതിന്റെ വീഡിയോ നിങ്ങൾ ഒരുമിച്ച് കൊടി പിടിച്ച് വെൽഫെയർ പാർട്ടിയുടെയും CPMന്റെയും കൊടി പിടിച്ച് നിങ്ങൾ പ്രകടനം നടത്തുന്ന വീഡിയോ ഞാൻ കാണിച്ചത്. ഇനി ഇതൊക്കെ പോരെ, നിങ്ങളുടെ പാർലമെന്റ് മെമ്പർ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ്, ആ പാർലമെന്റ് മെമ്പർ എനിക്ക് വോട്ട് ചെയ്തതിന് നന്ദി പറഞ്ഞ് ഷോൾ അണിയിക്കുന്ന കാര്യം, പാർലമെന്റ് മെമ്പറുടെ ഫേസ്ബുക്ക് പേജ്, എന്റെ ഫേസ്ബുക്ക് പേജ് അല്ല കേട്ടോ, നിങ്ങളുടെ പാർലമെന്റ് മെമ്പറുടെ ഫേസ്ബുക്ക് പേജ്. ഇനി പോട്ടെ, രാജസ്ഥാനിലെ CPMന്റെ പാർട്ടി നിങ്ങൾ സീതാറാം യെച്ചൂരിയുടെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും അനുസ്മരണം നടത്തുമ്പോൾ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചെയർമാൻ, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ നസീമുദ്ദീൻ വന്ന് നിൽക്കുമ്പോൾ ഏതെങ്കിലും പത്രമല്ല കേട്ടോ, റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയല്ല, ഏതെങ്കിലും ഞങ്ങളുടെ ചന്ദ്രിക പത്രത്തിന്റെ വാർത്തയല്ല, പിന്നെയോ നിങ്ങൾ രാജസ്ഥാനിലെ ഫേസ്ബുക്ക് പേജ്, ആ പേജിൽ എഴുതി വെക്കാൻ നസീമുദ്ദീൻ അമീർ ജമാഅത്തെ ഇസ്ലാമി ഓഫ് ഹിന്ദ്. അപ്പോൾ ശ്രീ ബഹുമാനപ്പെട്ട വസീഫെ, എനിക്ക് അറിയേണ്ടത് നിങ്ങൾ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയ പ്രതികരണം